ഹായ് ഹലോ വെൽക്കം ടു ബേസിക് ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നല്ല രീതിയിൽ നടന്നു അല്ലേ? അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, രണ്ടാമത്തെ സ്റ്റേജ് ക്യാൻസലായിപ്പോയി അല്ലേ? വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ? ഇത്രയും ആളുകൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ട് ജോലി പോലും ലീവൊക്കെ എടുത്തിട്ട് വരുന്നവരുണ്ടായിരിക്കും, വേറെ കുറേ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്തത് ഒരുപാട് മോശമായി പോയി. എല്ലാവരും ആൻസർ കീ ഒക്കെ ഓരോ ചാനലുകാരൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് നമുക്ക് അതൊന്നായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി വരുന്നുണ്ട് നമ്മുടെ 3rd-ഉം 4th സ്റ്റേജ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. വന്ന ഭാഗങ്ങളൊക്കെ നോക്കി പോവാം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അതേതാണ്? പള്ളിവാസലാണ് അല്ലേ? നമ്മുടെ PYQ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്മൾ PYQ സെക്ഷൻ ചെയ്തപ്പോൾ നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇത് തന്നെ കണ്ടോ ജലവൈദ്യുത പദ്ധതി. ഞാൻ 2-3 ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇത് പള്ളിവാസൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരം, കറണ്ട് അഫെയർ ഒന്നും വലുതായിട്ട് വലച്ചിട്ടൊന്നുമില്ല കേട്ടോ. EP രാജഗോപാലാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 ഏപ്രിൽ 9-നാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടതാണ്. ഇതാ കിടക്കുന്നു. 2026 ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കൂ, സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് അല്ലേ? ഇതാ കിടക്കുന്നു. നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് SCERT എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം വന്നിട്ടിരിക്കുന്നത് SCERT എന്നാണ്. SCERT NCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. കേരള ഹിസ്റ്ററിയൊക്കെ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ബടാനന്ദൻ. എന്താ കിടക്കുന്നു? ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നത് സഹായിക്കുന്ന വിറ്റാമിൻ, ഇത് നമ്മൾ പറഞ്ഞതാണ്. വൈറ്റമിൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. ഒരുപാട് തവണ PYQ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. അല്ലാണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ കിടക്കുന്നു. കാൽസിഫെറോൾ കണ്ടോ, കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഇതാക്കുന്നു. കാൽസിഫെറോൾ ഏതാണ്? D ആണ്. ഇനി നോക്കൂ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഏതാണ്? മെലാട്ടോണിനാണ്. നമ്മൾ SCERT ചെയ്ത സമയത്ത് ഇതാ കിടക്കുന്നു സംഭവം. മെലാട്ടോണിൻ കിടക്കുന്നുണ്ടോ? ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നതിൻ്റെ ഉൽപ്പാദനത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് SCERT എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നോക്കിയാൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. Aയും Dയും ആണ് ആൻസറായിട്ട് വരുന്നത്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഇതാ കിടക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെ സിര, ധമനി, ലോമിക, പോർട്ടൽ വ്യവസ്ഥ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മളത് എടുത്തിട്ട് പഠിച്ചു പോയതാണ്. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, രക്തത്തെ ഹൃദയത്തിലേക്ക് വഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തി, വാൽവുകൾ കാണപ്പെടുന്നു. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തസമനം, ഹൃദയത്തിൽ നിന്ന് രക്തം സംഭവിക്കുന്നു. കട്ടി കൂടിയ ഭിത്തി, ഇതൊക്കെ തന്നെയാണ് അവിടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. വിവരാവകാശ കമ്മീഷനുമായിട്ടുള്ളത് നമ്മൾ വിവരാവകാശം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു. വിവരാവകാശം, മനുഷ്യാവകാശം, 2 ടോപ്പിക്കും അതിൽ വന്നിട്ടുണ്ട്. വിവരാവകാശം വന്നിട്ടുണ്ട്, മനുഷ്യാവകാശം വന്നിട്ടുണ്ട്. നമുക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ആണ് ആൻസർ. 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 250 രൂപ വരെ, അങ്ങനെ മാക്സിമം 25,000 രൂപ വരെയാണ് പിഴ ചുമത്താവുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ഉം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് വിവരാവകാശം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കേട്ടോ. അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇതൊരു PYQ വന്നപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് ഭാഗം 4A പറയുന്നത്. ഏതാണ് മൗലിക കർത്തവ്യങ്ങൾ? ഓപ്ഷൻ B ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കിയ
ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? സംഘടിത കലാപം. ഇത് ചോദിച്ചില്ലേ? ഇതാ കണ്ടോ, അതെവിടെ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്ത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. ഇതാ കിടക്കുന്നു കണ്ടോ. വാദിക്കാനും നമ്മൾ PYQ ചെയ്തപ്പോൾ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഉണ്ട്, ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു കൂടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. കിടക്കുന്നത് കണ്ടോ. ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പ്രാചീന മലയാളം, അതുപോലെ തന്നെ നമ്മുടെ ആധുനിക കേരളം, ഇതുമായിട്ടുള്ള ചാപ്റ്ററുകളിൽ നിന്നൊക്കെയാണ് ഈ 2 ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഇതൊക്കെ ആരാണ്? സഹോദരൻ അയ്യപ്പനാണല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. PYQ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നാലും PYQ സെക്ഷനിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് അത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ഇനിയിപ്പോൾ തെറ്റായത് ചോദിച്ചാലും ശരിയായത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഇനി എടുത്ത് നോക്കൂ, ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരീനമാണ്? ഏതാണ്? പയറിൻ്റെയാണ്. നമ്മളിത് അവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അതാ പയർ, ലോലാമാലിക, ഭാഗ്യലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഏതാണ്? ബയോ റെമഡിനേഷൻ ആണ് കേട്ടോ. ബയോ റെമഡിയേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. അതും SCERT അങ്ങനെ തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മളത് കവർ ചെയ്തിട്ടുള്ളതാണ്. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതാണ്? 1, 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, അതുപോലെ തന്നെ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം എന്നിവയാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശത്തിന് പാട്ടത്തിന് നൽകിയിട്ടില്ല. ശരിക്കും എന്താണ്? നൽകിയിട്ടില്ല. അതും എന്താണ്? പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്നതാണല്ലേ. ഇതാ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതാ കിടക്കുന്നത് എല്ലാതും ഉണ്ട് ഇവിടെ കേട്ടോ. കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം എന്ത് ചെയ്തില്ല? ആ വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പിന്നെന്താണ്? വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചു. ഇതെല്ലാത്തിനും മുന്നേ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഈ പഴശ്ശി വിപ്ലവം കംപ്ലീറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് SCERT എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ നോക്കൂ, ആഴമേറുന്ന മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഏതിലെയാണ്? ദൈവദശകത്തിലെയാണ് കേട്ടോ. ദൈവദശകത്തിലെയാണ്. അതും നമ്മൾ കിടക്കുന്നത്, അത് SCERTയിലാണ്. പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് അവിടെ കിടക്കുന്നത് ആലുവ സർവ്വമത സമ്മേളനം എല്ലാം ഇതിലുണ്ട് കേട്ടോ. ആഴമേറുന്ന മഹസാമാഴിയിൽ, അത് എവിടുന്നാണ്? ദൈവശതകത്തിൽ നിന്നുള്ള വരികളാണ് കണ്ടോ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, ജാതി വേണ്ട മതം വേണ്ട, ഇതൊക്കെ ആരുടെയാണ്? സഹോദരൻ അയ്യപ്പൻ്റെയാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്താണ് നമ്മൾ നോക്കിയിട്ട് പോയിട്ടുള്ളത്. ദേശീയ പതാക, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ്. ഇതാ കിടക്കുന്നു. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. ബാക്കിയെല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2000 ഹെഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. നമ്മൾ പഠിച്ച കാര്യമാണ്. മനുഷ്യർക്ക് ഇത് PYQ സെക്ഷൻ എന്നാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതല്ല, നമ്മൾ പഠിച്ചിരിക്കുന്നത് PYQ സെക്ഷൻ എന്നാണ്. മനുഷ്യ കേൾക്കാവുന്നത് ഏതാണ്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സിൻ്റെ ഉള്ളിലുള്ള സൗണ്ടാണ് മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലുള്ളിൽ ഏതേ വരുന്നുള്ളൂ? 2000 ഹെഡ്സേ വരുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡാണ്. GV രാജ അവാർഡാണ് ഇതാ കിടക്കുന്നത്. കേരളത്തിലെ പരമോന്നത സ്പോർട്സ് പുരസ്കാരം ഏതാണ്? GV രാജ പുരസ്കാരമാണ്. ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാ കിടക്കുന്നു. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലാകുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാനിവിടെ എടുത്തിരിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പ്രൊവിഷണൽ കീ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ക്യാൻസലായി പോയ സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 1 അധികം ദിവസമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. 5 വണ്ണം അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് SCERTന്ന് അങ്ങനെ തന്നെ ഒരു ബോക്സിൽ എടുത്തിട്ട് ഞാൻ വായിച്ച് തന്നൊരു ക്വസ്റ്റ്യനാണ്. 5 വണ്ണം എന്ന് പറഞ്ഞത് എന്തായിരുന്നു?
കച്ചവട വാണിജ്യ സംഘങ്ങളായിരുന്നു അല്ലേ പഴയ കാലത്തെ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗവും എല്ലാം നമുക്ക് SCERT എന്നൊക്കെ പഠിക്കാം, ഇതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ കേട്ടോ. അപ്പോൾ ഇനി നാളെ മുതൽ നമുക്ക് ക്ലാസ്സുകൾ ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. എനിക്ക് ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.